കെമിസ്ട്രിയിൽ 200-ൽ 199 മാർക്ക് കിട്ടിയപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്. അപ്പോൾ അത് മാജിക് ഒന്നുമല്ല. എനിക്കും ഉണ്ടായിരുന്നു പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൽ ബെറ്ററായി. സോ എന്നെ ബെറ്റർ ആവാൻ സഹായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ടിപ്സാണ്. നിങ്ങൾ ഇത് തന്നെ ചെയ്യണം എന്നൊന്നുമല്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബിലീവിങ് ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടില്ലേ, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതായത് നമ്മൾ ആദ്യം നമ്മൾ തന്നെ വിശ്വസിക്കണം. എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. അല്ലാതെ എനിക്കിതൊന്നും പറ്റില്ല, എനിക്കെന്തായാലും കിട്ടാൻ പോകുന്നില്ല, പിന്നെ ശ്രമിച്ചിട്ട് എന്തിനാ, അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ പറയുന്നതാണ് കിട്ടില്ല. അപ്പോൾ സോ ബിലീവ് ദാറ്റ് യു ക്യാൻ ഡൂ ദാറ്റ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അല്ല എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ പകുതിയായി. അത് പറയുന്നതിനോടൊപ്പം തന്നെ വരട്ടെ, ഞാൻ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ഞാനിങ്ങനെ എനിക്ക് ഒരു ദിവസം 10 മണിക്കൂർ 12 മണിക്കൂർ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അപ്പാടത് വിട്ടുകളയരുത്. ജസ്റ്റ് ട്രൈ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ അത് താനേ ക്ലിയർ ആയിട്ട് വരും. സോ ഞാൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ ഓർഗാനിക്കും അതേപോലെ പ്രോബ്ലം സോൾവിങ് സബ്ജക്ട്സും, ഫിസിക്കൽ കെമിസ്ട്രി. പിന്നെ നോൺ ഓർഗാനിക്, അതായത് ഇനോർഗാനിക്. സോ ഓർഗാനിക്കും പ്രോബ്ലം സോൾവിങ് ചാപ്റ്റേഴ്സിനും ലൈക്ക് ഇലക്ട്രോ കെമിസ്ട്രി, ഇതൊക്കെ ഡീപ്പ് തിങ്കിങ്ങും പിന്നെ പ്രാക്ടീസൊക്കെ വേണ്ട ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറേ സമയം കൊടുത്തു. ആൻഡ് ദെൻ ഇനോർഗാനിക് പറയുമ്പോൾ കുറേയും കൂടി മെമ്മറി ബേസ്ഡാണ്. സോ അതിന് ഞാൻ കമ്പാരറ്റീവ്ലി കുറച്ച് സമയം മാത്രം കൊടുത്തു. പിന്നെ ഈ വെയിറ്റേജ് എന്ന് പറയുന്ന സാധനം അത് മോസ്റ്റ് ഓഫ് ദ ടൈം പബ്ലിക് എക്സാമിന് അങ്ങനെ കാണാറില്ല. ഐ മീൻ വെയിറ്റേജിലുള്ള പോലെ ആയിരിക്കില്ല എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ അത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. അത് ഞാൻ +1 തന്നെ പഠിച്ചതാണ്. പിന്നെ ഞാൻ ഫുൾ മാർക്ക് എയിം ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മുക്കും മൂലയും ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ പാർട്സാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഏതിനാണോ സമയം കൂടുതൽ വേണ്ടത് അതിന് നമുക്ക് അത്ര സമയം കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് പിന്നെ വേണ്ടതിന് സമയം കിട്ടാതെയും വേണ്ടാത്തതിന് സമയം കൊടുത്തും നിൽക്കേണ്ടി വരില്ല. സോ ദെൻ നെക്സ്റ്റ് എൻ്റെ നോട്ട് സിസ്റ്റം. പഠിക്കാൻ അസ്തറ്റിക് ആയിട്ടുള്ള നോട്ട്സൊന്നും വേണ്ട, ഫങ്ഷണൽ ആയിട്ടുള്ള നോട്ട്സ് മതി. സോ എൻ്റെ നോട്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് നോട്ട് തരായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ബേസ്. മിസ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് തരുന്നതുകൊണ്ട് എനിക്ക് വേറെ നോട്ടൊന്നും നോക്കേണ്ട വന്നിട്ടില്ല. പിന്നെ റിവിഷൻ ടൈമിൽ ഞാൻ തന്നെ ഓരോ പേജിൻ്റെ 1 പേജ് സമ്മറി ഉണ്ടാക്കും. ഒരു ചാപ്റ്റർ ഞാൻ 1 പേജിൽ സമ്മറൈസ് ചെയ്യും. സോ ഇത് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, അതായത് എക്സാമിൻ്റെ ഒക്കെ ടൈമിലുള്ള റിവിഷന് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദെൻ എനിക്കൊരു ഓർഗാനിക് കെമിസ്ട്രി ഡിക്ഷണറി ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ അതിൽ ഓരോരോ റിയാക്ഷൻസ് എഴുതി വെക്കും. വേറൊരാൾ വന്ന് നോക്കിയാൽ അതെന്താണെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ അത് എനിക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ആൻഡ് ദെൻ ഫോർമുല ബേസ്ഡ് സബ്ജക്ട്സ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സിനൊക്കെ ഞാനൊരു ഷീറ്റിൽ അതിൻ്റെ ഇക്വേഷൻസ് എഴുതി വെക്കും. ഇതായിരുന്നു എൻ്റെ മെയിൻ നോട്ട് സിസ്റ്റം. ആൻഡ് എക്സാമിന് വേണ്ടി എങ്ങനെ ഫങ്ഷണൽ നോട്ട്സ് എടുക്കാമെന്ന് ഞാൻ വേറൊരു വീഡിയോ പറയാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പക്ഷെ നല്ല നോട്ട്സ് മാത്രം പോരാ, നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതും കൂടി നോക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും, ദെൻ NCERT എക്സാമ്പിൾസ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈം പബ്ലിക് എക്സാമിന് ഈ NCERT എക്സാമ്പിൾ അതേപോലെ വാല്യൂ ഡിഫറൻസ് വരെ ഇല്ലാണ്ട് ചോദിക്കാറുണ്ട്. ആൻഡ് ദെൻ NCERT എക്സസൈസസ് ഉണ്ട്, അത് ഞാൻ യൂഷ്വലി ചെയ്യാറില്ല. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല, അത് കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ബോണസ് ടിപ്പ്, ഞാൻ CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു. ഞാൻ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻ്റാണ്. CBSEൻ്റെ കുറച്ചും കൂടി ടഫാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇമ്പോസിബിൾ അല്ല, നമുക്കത് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെൻ്റെ കുറച്ചുകൂടി ലെവലപ്പ് ആക്കി തന്നെ. ദെൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സോൾവ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക, എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തിയതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് മനസ്സിലാക്കി അത് തിരുത്തി ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ എക്സാമിൽ വരുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.
പക്ഷേ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിന്നാൽ ഒരു കാര്യമില്ല. അപ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യാം? ഓർഗാനിക് കെമിസ്ട്രി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തിട്ടില്ല, അത് മറന്നു പോകും. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ദിവസം കൂടുന്തോറും ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ആൻഡ് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോരോ റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോളിക് KOH ഹൈഡ്രജൻ റിമൂവ് ചെയ്യും, അതായത് അതൊരു ഡീഹൈഡ്രോജനേഷൻ ഏജൻ്റാണ്. ആൻഡ് H2/PT ഹൈഡ്രജൻ ആഡ് ചെയ്യും, അതായത് റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ഓരോരോ റിയേജൻറ്റും എന്താണ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ച് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൺസിസ്റ്റൻ്റായി റിവൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ അത് ഫാസ്റ്ററായിട്ട് റീകാൾ ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ്, ഇത്രയൊക്കെ നമ്മൾ ചെയ്തു പോയാലും എക്സാം ഹാളിൽ നിന്ന് ആകെ മൊത്തം കുഴഞ്ഞു മറിയും അല്ലേ? അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം. എക്സാം ഹാളിൽ നിന്ന് ഒരിക്കലും പാനിക് ചെയ്യരുത്. അപ്പോൾ നമുക്ക് പഠിച്ചതും കൂടി മറന്നു പോകും. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കും. 10 minutes സ്കൂൾ ഓഫ് ടൈം ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കും. എന്നിട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്യും. സോ നമുക്ക് ഓപ്ഷൻസ് ഉള്ളതിൽ നിന്ന് ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന് ടിക്ക് ചെയ്യും. അപ്പോൾ ഷുവറായിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും ഫസ്റ്റ്. പിന്നെ കുറച്ചൊക്കെ മറന്നുപോയ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കും ഇത് എഴുതിയതിന് ശേഷം. അപ്പോൾ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്കത് മിക്കവാറും ഓർമ്മ വരാറുണ്ട്. കാരണം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച ബ്രെയിൻ ആയിരിക്കില്ല എൻ്റെ. സോ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബാക്കി എല്ലാം ചെയ്തിട്ടും ഇവിടെയാണ് മിക്ക ആൾക്കാർക്കും പാളിപ്പോകുന്നത്. എക്സാം ഹാളിലെത്തി ടെൻഷൻ അടിച്ച് ഒക്കെ മറന്നു. സോ അവിടെ കാമായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച് നോക്കി, അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കുക. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാമായിട്ട് ആൻസർ ചെയ്യാം. മൈൻഡ് കാമാണെങ്കിൽ ക്ലാരിറ്റി വരും. എന്താണ് കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. സോ ഞാൻ എങ്ങനെയാണ് +2 പഠിച്ചിരുന്നത്? ഞാനൊരു ഐഡിയൽ ടൈം ടേബിൾ ഉണ്ടാക്കി. അത് ഐഡിയലായിരുന്നു, പക്ഷേ അത് ഫ്ലെക്സിബിളായിരുന്നു. അതായത് ചില ദിവസം ഞാൻ അതിലും കൂടുതൽ പഠിക്കും, ചില ദിവസങ്ങളിൽ കുറച്ചു. മിക്ക ദിവസങ്ങളിലും ഞാൻ അതിലും കുറച്ചാണ് പഠിച്ചത്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. കൺസിസ്റ്റൻസി ഈസ് ബെറ്റർ ദാൻ പെർഫെക്ഷൻ. പിന്നെ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ടയേർഡായി, ഞാൻ ഭയങ്കര സ്ലീപ്പിയാണ്, ഞാൻ ഒരിക്കലും ഫോൺ എടുക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ഈ റീൽസ് പോയി സ്ക്രോൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാൻ ഫോൺ എടുക്കില്ല. ഞാൻ വെറുതെ ഇരിക്കും. മ്യൂസിക്കില്ല, സ്ക്രീനില്ല, ചിലപ്പോൾ ജേണൽ ചെയ്യും. ഇനി ഇതൊന്നും ചെയ്തിട്ടൊരു വ്യത്യാസമില്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങും. ഞാൻ വെറുതെ എൻ്റെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാറില്ല. ആൻഡ് ദെൻ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത്, അതായത് പഠിക്കാൻ വേണ്ടി രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഒരു 5 minute മെഡിറ്റേഷൻ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ജസ്റ്റ് സിറ്റ് ആൻഡ് ബ്രീത്ത്. അപ്പോൾ ബ്രെയിന് കുറച്ചും കൂടി കാമാവും. സോ ഐ ആം പ്ലാനിങ് ടു മേക്ക് എ വീഡിയോ ഓൺ രാവിലെ എങ്ങനെ എണീറ്റ് പഠിക്കാം. രാവിലെ 5 മണിക്കൊക്കെ എങ്ങനെ എണീറ്റ് പഠിക്കാം. സോ ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻസ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. സ്മാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഫങ്ഷണൽ നോട്ട്സ് ഉണ്ടാക്കുക, റൈറ്റ് ഓർഡറിൽ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ മനസ്സിലാക്കി പഠിക്കുക, എക്സാം ടൈമിൽ കാമായിട്ട് ആൻസേഴ്സ് എഴുതുക, ആൻഡ് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ കെമിസ്ട്രി ഹാർഡല്ല, നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. ആൻഡ് ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, you can do it too. Thank you for watching and subscribe if you loved this video. Bye.